ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം RJ അഞ്ജലിയുടെ ഒരു മാപ്പ് നമ്മൾ കണ്ടായിരുന്നു. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവർ നടത്തിയ ഒരു പ്രാങ്ക് അല്ലെ. അശാത്തി അതിനുശേഷം വന്ന് മാപ്പ് പറയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് FBയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിക്കുറിപ്പ് കണ്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളിലോട്ട് സംസാരിക്കണം എന്ന് തോന്നിയത്. കാരണം അദ്ദേഹമല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം, ഒരു നാക്കുപിഴയിൽ ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി വലിച്ചെറിഞ്ഞു. നോട്ട് ദ പോയിന്റ്. ഓക്കെ, മാപ്പ് പറഞ്ഞ ആളാണ് ഈ പറയുന്നത്. അശാത്തി ഇപ്പൊ പറയുന്നത് ഒന്ന് നാക്ക് പിഴച്ചതാണ്, സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ് എന്നാണ് പറയുന്നത്. അതിനെ എനിക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയുന്നെങ്കിൽ അതും എസ്പെഷ്യലി നമ്മളിപ്പോ ഒരു ലൈക്ക് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു സ്പീച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സ്ലിപ്പ് ഓഫ് ദ ടങ് വരുന്നത്. ഇപ്പൊ ഞാൻ ഈ വീഡിയോന്റെ മുന്നിൽ വന്നിരുന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ എനിക്കത് സ്ട്രൈക്ക് ആവുകയും ഞാനത് നിർത്തിയിട്ട് റീഷൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അതൊരിക്കലും ഞാനത് പോസ്റ്റ് ചെയ്യില്ല. കാരണം അത് ഒരിക്കലും സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ ചിന്തിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോ ഒരിക്കലും അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. സ്ലിപ്പ് ഓഫ് ദ ടങ് ആണെങ്കിൽ അത് ഇവിടെ എല്ലാവരും ഈ വീഡിയോ കാണില്ലായിരുന്നു. അപ്പൊ നമുക്ക് അതിൽ വന്നിരിക്കുന്ന കുറച്ച് മനോഹരമായ കമന്റ്സ് കാണാം. ഇതെങ്ങനെയാണ് നാക്കുപിഴയാകുന്നത്? മാന്യമായി ജോലിയെടുത്ത് ജീവിക്കുന്ന അവർ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. വീണ്ടും വിളിച്ച് നിങ്ങൾ അവരെ അപമാനിച്ചത് നാക്കുപിഴയല്ല, വളരെ പ്ലാനിങ്ങോട് കൂടി ചെയ്ത് തന്നെയാണ്. ഐ അക്സെപ്റ്റ്. കാരണം ഈ കമന്റിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. ഒരു TV പ്രോഗ്രാമിൽ ക്യാരക്ടറിനു വേണ്ടി എടിയെന്ന് വിളിച്ചപ്പോൾ ഉറിഞ്ഞു തുള്ളിയവൾ ഓർത്തില്ല എനിക്കും ഒരു നാൾ ഇങ്ങനെ വരുമെന്ന്, ഞാൻ എയറിൽ പോകുമെന്ന്. തൽക്കാലം ചേച്ചി ഇറാന്റെയോ ഇസ്രായേലിന്റെയോ മിസൈലിന്റെ തുമ്പത്തെങ്ങാനും പിടിച്ചിരുന്നോളൂ. അടുത്തെങ്ങാനും കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള വകുപ്പൊന്നും കാണുന്നില്ല. ഓഫ് കോഴ്സ് ഇപ്പൊ ഈ ഒരു നാക്കുപിഴയിൽ നിന്നുള്ള എല്ലാവരും ഒറ്റയ്ക്കാക്കി എന്നുള്ളൊരു വർത്തമാനത്തിൽ തന്നെ ഇപ്പൊ ഒന്നും കൂടി എയറിൽ പോയിരിക്കുകയാണ്. അതുമാത്രമല്ല, ജോബും റിസൈൻ ചെയ്തു അല്ലെ. നല്ലൊരു ജോബായിരുന്നു RJ ജോബ്. എനിക്കത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞ സങ്കടം വരാം. ലൈക്ക് ആ ഒരു ജോബ് കിട്ടാൻ വേണ്ടി ലൈക്ക് എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ, ഇൻക്ലൂഡിങ് മീ. നാക്ക് പിഴയ്ക്കുന്നതും തെറ്റ് പറ്റുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെ പിന്നെയും പരിഹസിച്ചുകൊണ്ട് മറുപടിയും പുച്ഛവും വാരി വിതറിയവളൊന്നും ഒരു ദയം അറിയിക്കുന്നില്ല. അർഹിക്കുന്നില്ല. എത്തിക്കൊണ്ടുവന്നത് മലയാളിയാണെങ്കിൽ നിന്നൊക്കെ അവിടെ നിന്ന് വലിച്ചു താഴെയിടാൻ മലയാളികൾക്ക് അറിയാം. ഓക്കെ, ഈ മലയാളികളുടെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാരുകളുണ്ട്, കളിയാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാരുകളുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമാണ്. അപ്പോ അവര് ഈ പറഞ്ഞ മാതിരി ഉള്ളതിലുള്ള പോലെ സംസാരിക്കുന്ന ഒരു കൂട്ടം പച്ചയായ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അപ്പോ ഒരു ആർട്ടിസ്റ്റ്, അതായത് അവരുടെ ഇഷ്ടത്തിന് പഠിച്ച് അതൊരു അവരുടെ ഒരു ഏർണിംഗ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആ ഒരു അത്ര ഇമ്പോർട്ടൻസ് ജോലിക്ക് കൊടുക്കുന്ന അവരെ വിളിച്ചിട്ട് ഈ മോശമായ രീതിയിൽ സംസാരിക്കുകയും അതേപോലെ തന്നെ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് വേറൊരു വീഡിയോയിലും കൂടി ഉണ്ട്. ലൈക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ അതിനകത്ത് ഇരിക്കുമ്പോൾ ഈ നിങ്ങൾ പറഞ്ഞ ഈ സംഭവം പൊള്ളില്ലെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എന്താ പറയാ, ചുവ്വയില് മലയാളീസ് ഇല്ലാത്ത സ്ഥലമല്ലേ അല്ലെ. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ മാതിരി ഉയർത്തി കൊണ്ടുവരാനും അറിയാം, അതേപോലെ തെറ്റ് കണ്ട ചൂണ്ടിക്കാണിച്ച് താഴോട്ട് ഇടാനും അറിയാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഒരിക്കലും ഒരു നാക്കുപിഴ കാരണം ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ക്രിഞ്ച് ഡ്രാമയും കൊണ്ടൊന്നും വരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പ്ലാൻഡ് ആയിരുന്നു. ഒരിക്കലും ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. അത് ഇത്രയും പ്രശ്നമാവുന്നത് നിങ്ങൾ ചിന്തിച്ചുമില്ല. അത് കഴിഞ്ഞ് വന്ന് എന്താ പറയാ, ലൈക്ക് ഒരു ഡോക്യുമെന്ററി പറയണ മാതിരി ഒരു മാപ്പും വന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോ തെറ്റാർക്കും പറ്റാം, പക്ഷെ ഇത് തെറ്റല്ല. അതാണ് വിഷയം. പ്ലാൻഡ് ആയിട്ട് സംസാരിച്ചിട്ട് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച ആൾക്കാരോട് നന്ദി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണെടുത്ത് കിടന്ന് ഉരുള എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോ ഏകദേശം ഉരുണ്ട് നാട്ടുകാരൊക്കെ കൂടി പിടിച്ച് എയറിലാക്കി. ഇനി എയറിലും കിടന്ന് ഉരുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും താഴോട്ട് എത്തലുണ്ടാവില്ലേ ഈ പറഞ്ഞ മാതിരി. അപ്പോ കിട്ടിയോ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ളൊരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഇതേപോലെ ഓരോ അടിക്കുറിപ്പും കൊണ്ടുവന്നിട്ട് കൂടുതൽ നാണം കെടാൻ നിൽക്കണ്ട.